നമസ്കാരം. ഷിക്കാഗോയിൽ ജനിച്ച കർദിനാൾ റോബർട്ട് പ്രവോസ്റ്റ് പുതിയ മാർപ്പാപ്പയായി തന്നെ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇതത്ര സന്തോഷമുള്ള വാർത്തയായിരിക്കില്ല എന്നാണ് പറയുന്നത്. റോബർട്ട് പ്രവോസ്റ്റ് എന്ന വ്യക്തി ആരാണ്? അദ്ദേഹത്തിന്റെ ഉന്നം എന്തൊക്കെയാണ്? അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇത് തികച്ചും അറിയേണ്ട കാര്യമാണ്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ നെറ്റി ചുളുങ്ങിയിട്ടുണ്ടാകുമെന്ന് തന്നെ പറയാം. പുതിയ പോപ്പ് അമേരിക്കൻ ആണെങ്കിലും അദ്ദേഹത്തിന്റെ മുൻകാല സമൂഹ മാധ്യമ പോസ്റ്റുകളിലൂടെ ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ മനസ്സിലാവുക അദ്ദേഹം ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നയത്തെ അനുകൂലിക്കുന്ന ഒരു വ്യക്തിയെ അല്ല എന്ന്. അത് നമുക്ക് മനസ്സിലാകും. പോപ്പ് ലിയോ 14 എന്ന പേര് സ്വീകരിച്ച് ലോകത്തിലെ 1.41 ബില്യൺ കത്തോലിക്ക വിശ്വാസികളുടെ ആത്മീയ ആചാര്യനായി മാറുന്ന കർദിനാൾ റോബർട്ട് പ്രവോസ്റ്റ് മാർപ്പാപ്പയാകുന്ന ആദ്യ അമേരിക്കക്കാരൻ കൂടിയാണ്. ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നയത്തെ തുടർച്ചയായി വിമർശിച്ചു കൊണ്ടിരുന്ന വ്യക്തിയാണ് പോപ്പ് ലിയോ. അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാനത്തെ ട്വീറ്റ് പ്രത്യക്ഷപ്പെട്ടത് കഴിഞ്ഞ ഏപ്രിൽ 14 3 കുട്ടികളുടെ പിതാവ് കൂടിയായ രേഖകളില്ലാതെ അമേരിക്കയിൽ എത്തിയ കുടിയേറ്റക്കാരനെ എൽ സാവഡോറിലേക്ക് ഇപ്പോൾ നാടുകടത്തുകയും എടുത്തിട്ടുള്ള അതിനെക്കുറിച്ചുള്ള ട്വീറ്റുമായിരുന്നു അത്. കഷ്ടതകൾ നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങളുടെ ബോധം നശിച്ചുവോ? എങ്ങനെ നിങ്ങൾക്ക് നിശബ്ദരായിരിക്കാൻ സാധിക്കുന്നു എന്നായിരുന്നു ആ പോസ്റ്റ്. ആഗോള കത്തോലിക്ക സഭയുടെ പുതിയ ഇടയനായി തന്നെ അമേരിക്കയിൽ നിന്നുള്ള കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഇത് അമേരിക്കക്കാർക്ക് അഭിമാനത്തിന്റെ നിമിഷമാണെന്ന് പറയാം. അമേരിക്കക്കാരനായ ആദ്യ മാർപ്പാപ്പ എന്ന അപൂർവ ബഹുമതിക്ക് ഉടമയാവുകയാണ് ഇദ്ദേഹം. ചിക്കാഗോക്കാരുടെ ബോംബ് അച്ഛൻ ഇനി മുതൽ ലിയോ 14 എന്ന പേരിലായിരിക്കും അറിയപ്പെടുക. 69കാരനായ ഇദ്ദേഹം ഇറ്റാലിയൻ ഫ്രഞ്ച് പാരമ്പര്യത്തിൽ ജനിച്ച അമേരിക്കക്കാരനാണ്. 1955 ചിക്കാഗോയിൽ ലൂയിസ് മാരിയസ് പ്രവോയുടെ മിൽഡ്രസ് മാർട്ടിൻസിന്റെയും മകനായിട്ട് അദ്ദേഹം ജനിച്ചു. പിതാവ് ഫ്രഞ്ച് ഇറ്റാലിയൻ വംശജനായ നാവികസേനാ ഉദ്യോഗസ്ഥനും മാതാവ് സ്പാനിഷ് വംശജയായ ലൈബ്രറിയനുമായിരുന്നു. 1973 ഓർഡർ ഓഫ് സെന്റ് അഗസ്റ്റിൻ മൈനർ സെമിനാരിൽ സെക്കൻഡറി പഠനം പൂർത്തിയാക്കി. 1977 വില്ലനോവ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗണിതശാസ്ത്രത്തിൽ ബിരുദവും നേടി. പ്രേവോ 1977 ഓർഡർ ഓഫ് സെന്റ് അഗസ്റ്റിൻ സന്യാസ സഭയിൽ ചേർന്നു. 1982 പുരോഹിതനായി 3 വർഷത്തിന് ശേഷം തന്നെ 30ാമത്തെ വയസ്സിൽ പെറുവിലേക്ക് പ്രവർത്തന രംഗം മാറിയെങ്കിലും അമേരിക്കയിലേക്ക് മടങ്ങി വരുന്നത് പതിവായിരുന്നു. 1984 റോമിലെ പോണ്ടിഫിക്കൽ കോളേജ് സെന്റ് തോമസ് അക്വിനാസിൽ നിന്ന് തന്നെ കാനൽ നിയമത്തിൽ ലൈസൻസ് ഷീറ്റും 1987 കാനൽ നിയമത്തിൽ PhD നേടി. 1985 തൊട്ട് 86 വരെയും 88 തൊട്ട് 98 വരെ കാലഘട്ടങ്ങളിലും പെറുവിൽ ഇടവക വികാരിയായും സെമിനാരി അധ്യാപകനായും അഡ്മിനിസ്ട്രേറ്ററായും സേവനമനുഷ്ഠിച്ചു. 2015 പെറുവിന്റെ പൗരത്വം സ്വീകരിച്ചത്. 2023 കർദിനാളായി ഉയർത്തപ്പെട്ടു. 2023 മുതൽ ഡിക്കാസ്ട്രി ഫോർ ബിഷപ്സിന്റെ പ്രിഫെക്റ്റും പൊന്തിക്കൽ കമ്മീഷൻ ഫോർ ലാറ്റിൻ അമേരിക്കയുടെ പ്രസിഡന്റുമായിരുന്നു. പെറുവിൽ മിഷനറിയായി തന്നെ നിരവധി വർഷങ്ങൾ ചെലവഴിച്ചതിനു ശേഷം നിലവിൽ പെറു പൗരത്വമുള്ളതിനാലും അദ്ദേഹത്തിന്റെ ലാറ്റിൻ അമേരിക്കക്കാരനായും കണക്കാക്കാവുന്നതാണ്. പുതിയ മാർപ്പാപ്പയുടെ ലാറ്റിൻ അമേരിക്കൻ പശ്ചാത്തലം സഭയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾക്ക് തുടർച്ചയാകുമെന്നും കരുതപ്പെടുന്നു.